റഷ്യ യുക്രൈൻ യുദ്ധഭൂമിയിൽ സമീപകാലത്തായി ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന പേരാണ് ഒറഷ്നിക്. റഷ്യയുടെ സൈനിക കരുത്തിന്റെയും സാങ്കേതിക മേധാവിത്വത്തിന്റെയും പുതിയ അടയാളമായി വിശേഷിപ്പിക്കപ്പെടുന്ന ഈ മധ്യദൂര ബാലിസ്റ്റിക് മിസൈൽ നാറ്റോ സഖ്യരാജ്യങ്ങളെയും പാശ്ചാത്യ ശക്തികളെയും ഒരുപോലെ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. റഷ്യൻ ഭാഷയിൽ ഹേസൽനട്ട് ചെടി എന്നർത്ഥം വരുന്ന ഒറഷ്നിക് ആധുനിക യുദ്ധതന്ത്രങ്ങളെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള റഷ്യയുടെ അതീവ മാരകമായ ഒരു മധ്യദൂര ബാലിസ്റ്റിക് മിസൈലാണ്. 3500 മുതൽ 5470 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള ഈ മിസൈൽ ശബ്ദത്തേക്കാൾ 10 ഇരട്ടി വേഗതയിൽ സഞ്ചരിക്കാൻ കഴിവുള്ള ഒരു ഹൈപ്പർസോണിക് ആയുധമാണ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ വികസിപ്പിച്ചെടുത്ത ഇത് കേവലം ഒരു യുദ്ധോപകരണം എന്നതിലുപരി ശത്രു രാജ്യങ്ങൾക്കും നാറ്റോ സഖ്യ ശക്തികൾക്കും റഷ്യ നൽകുന്ന ശക്തമായ ഒരു തന്ത്രപ്രധാന മുന്നറിയിപ്പ് കൂടിയാണ്. സോവിയറ്റ് കാലഘട്ടത്തിന്റെ സാങ്കേതിക പാരമ്പര്യവും ആധുനിക എഞ്ചിനീയറിംഗും സംയോജിപ്പിച്ച് നിർമ്മിച്ച ഈ മിസൈലിന്റെ ഏറ്റവും വലിയ സവിശേഷത അതിന്റെ മൾട്ടിപ്പിൾ ഇൻഡിപെൻഡന്റ്ലി ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾ സാങ്കേതിക വിദ്യയാണ്. ഇതിലൂടെ ഒരൊറ്റ മിസൈൽ വിക്ഷേപണത്തിലൂടെ ഏകദേശം 36 ലക്ഷ്യസ്ഥാനങ്ങളെ വരെ ഒരേ സമയം തകർക്കാൻ ഒറഷ്നിക്ക് സാധിക്കും. നിലവിലെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ അനായാസം മറികടക്കാൻ ശേഷിയുള്ള ഇതിന്റെ അതിവേഗതയും അത് അന്തരീക്ഷത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഉളവാകുന്ന ഭീമാകരമായ ഗതികോർജവും സ്ഫോടക വസ്തുക്കൾ ഇല്ലാതെ തന്നെ ഭൂഗർഭ ബങ്കറുകളെയും കോൺക്രീറ്റ് താവളങ്ങളെയും തവിടുപൊടിയാക്കാൻ പര്യാപ്തമാണ്. യുക്രൈൻ യുദ്ധഭൂമിയിൽ നവംബർ 2024 മുതൽ വിന്യസിക്കപ്പെട്ട ഈ മിസൈൽ ആഗോള രാഷ്ട്രീയ സുരക്ഷാ സമവാക്യങ്ങളെ തന്നെ പുനർനിർണയിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്നുണ്ടെന്ന് നിസ്സംശയം പറയാം. ഒറഷ്നിക് മിസൈലിന്റെ നിർമ്മാണവും ചരിത്രപരമായ പശ്ചാത്തലവും പരിശോധിക്കുമ്പോൾ ഇത് തികച്ചും പുതിയൊരു കണ്ടുപിടുത്തമല്ലെന്നും മറിച്ച് ദശകങ്ങളായി റഷ്യയും മുൻ സോവിയറ്റ് യൂണിയനും വികസിപ്പിച്ചെടുത്ത അത്യാധുനിക മിസൈൽ സാങ്കേതിക വിദ്യകളുടെ പരിഷ്കരിച്ചതും പരിപൂർണവുമായ ഒരു രൂപമാണെന്നും പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ഇതിന്റെ വേരുകൾ സോവിയറ്റ് കാലഘട്ടത്തിലെ മിസൈൽ എഞ്ചിനീയറിംഗിലാണ് ഉള്ളത്. പ്രത്യേകിച്ചും മോസ്കോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തെർമൽ ടെക്നോളജി വികസിപ്പിച്ചെടുത്ത RS-26 റുബേഷ് എന്ന മിസൈൽ പദ്ധതിയുടെ നവീകരിച്ച വകഭേദമായാണ് ഒറഷ്നിക് നിലവിൽ വരുന്നത്. 2011-2012 കാലഘട്ടത്തിൽ പരീക്ഷണങ്ങൾ നടത്തിയിരുന്ന ഈ റുബേഷ് പദ്ധതി അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിൽ ഒപ്പുവെച്ചിരുന്ന മധ്യദൂര ആണവായുധ കരാർ അഥവാ INF കരാറിന്റെ ലംഘനമാണെന്ന പാശ്ചാത്യ രാജ്യങ്ങളുടെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് 2018 റഷ്യ താൽക്കാലികമായി നിർത്തിവെക്കുകയായിരുന്നു. എന്നാൽ ആഗോള രാഷ്ട്രീയ സാഹചര്യം മാറുകയും 2019 അമേരിക്ക കരാറിൽ നിന്ന് ഔദ്യോഗികമായി പിന്മാറുകയും ചെയ്തതോടെ റഷ്യ ഈ സാങ്കേതിക വിദ്യയെ വീണ്ടും പൊടി തട്ടിയെടുത്ത് സജീവമാക്കുകയായിരുന്നു. കേവലം പഴയ പദ്ധതിയുടെ പുനരാവിഷ്കാരമല്ല ഒറഷ്നിക്, മറിച്ച് അന്നത്തെ സാങ്കേതിക വിദ്യയിൽ ആധുനികമായ ഹൈപ്പർസോണിക് സംവിധാനങ്ങളും ശത്രുക്കളുടെ റഡാർ പ്രതിരോധങ്ങളെ അനായാസം മറികടക്കാൻ സാധിക്കുന്ന അത്യാധുനിക ഡിജിറ്റൽ ഗൈഡൻസ് സംവിധാനങ്ങളും ഒരൊറ്റ വിക്ഷേപണത്തിൽ തന്നെ ബഹുതല ആക്രമണങ്ങൾ സാധ്യമാക്കുന്ന MIRV സാങ്കേതിക വിദ്യയും ഇണക്കിച്ചേർത്താണ് റഷ്യ ഇതിനെ ഒരു അജയ്യമായ ആയുധമാക്കി മാറ്റിയെടുത്തത്. ഈ പശ്ചാത്തലം വ്യക്തമാക്കുന്നത് റഷ്യയുടെ സൈനിക ഗവേഷണ സ്ഥാപനങ്ങൾ ദീർഘകാലത്തെ അനുഭവ സമ്പത്തും മുൻപ് പരാജയപ്പെട്ടതോ മരവിച്ചതോ ആയ പദ്ധതികളെ പോലും ആധുനിക കാലഘട്ടത്തിന് അനുയോജ്യമായ വിധത്തിൽ പുനർനിർമ്മിക്കാനുള്ള അവരുടെ തന്ത്രപരമായ ഇച്ഛാശക്തിയും ഒറഷ്നിക്കിലൂടെ ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടുന്നു എന്നതാണ്. 2024 നവംബർ 21 യുക്രൈനിലെ ഡിനിപ്രോയിൽ ആദ്യമായി പ്രയോഗിച്ചതോടെയാണ് ഒറഷ്നിക് ലോക ശ്രദ്ധ ആകർഷിച്ചത്. പിന്നീട് 2026 ജനുവരി 9 ലിവിലും ഏറ്റവും ഒടുവിലായി 2026 മെയ് 24 കീവ് മേഖലയിലെ ബിലാസൊർക്കയിലും റഷ്യ ഇത് പ്രയോഗിച്ചു. തുടക്കത്തിൽ ഡമ്മി വാർഹെഡുകൾ മാത്രമായിരുന്നെങ്കിലും പിൽക്കാലത്ത് യഥാർത്ഥ പോർമുനകൾ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങളിലേക്ക് റഷ്യ മാറി. ഒറഷ്നിക്കിന്റെ പ്രഹരപരിധി യൂറോപ്പിലെ മിക്ക തലസ്ഥാനങ്ങളെയും ഉൾക്കൊള്ളുന്നതാണ്. ഇത്തരമൊരു ആയുധം കൈവശമുള്ളത് റഷ്യയുടെ തന്ത്രപരമായ സ്വാധീനം വർദ്ധിപ്പിക്കുന്നു. പാശ്ചാത്യ രാജ്യങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളായ പേട്രിയറ്റ് പോലുള്ളവയ്ക്ക് പോലും ഇതിനെ തടയാൻ പരിമിതികളുണ്ട്. അമേരിക്കയുടെ ഏജിസ് SM-3, ഇസ്രായേലിന്റെ ആരോ 3 തുടങ്ങിയ അതിവിദഗ്ധ സംവിധാനങ്ങൾക്ക് മാത്രമേ ഇതിനെ നേരിടാൻ ശേഷിയുള്ളൂ. എന്നാൽ നിലവിലെ യുക്രൈനിൽ ഇവ വിന്യസിച്ചിട്ടില്ല. റഷ്യയും യുക്രൈനും തമ്മിലുള്ള നിലവിലെ യുദ്ധം കേവലം കരയുദ്ധത്തിന്റെയും പീരങ്കി പടകളുടെയും മാത്രം പോരാട്ടമെന്ന നിലയിൽ നിന്നും മാറി അതീവ സങ്കീർണവും ഭയാനകവുമായ ഹൈപ്പർസോണിക് സാങ്കേതിക വിദ്യകളുടെയും തന്ത്രപ്രധാനമായ ആയുധ പരീക്ഷണങ്ങളുടെയും ഒരു ആഗോള കളരിയായി പരിവർത്തനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ ഒറഷ്നിക് എന്നത് വെറും ഒരു മിസൈൽ എന്നതിലുപരി റഷ്യയുടെ തന്ത്രപരമായ രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെയും ശത്രു രാജ്യങ്ങളെയും നാറ്റോ സഖ്യ ശക്തികളെയും മാനസികമായും സൈനികമായും സമ്മർദ്ദത്തിലാക്കാനുള്ള ഭയപ്പെടുത്തലിന്റെ ഒരു ശക്തമായ ആയുധമാണ്. അതിവേഗതയും മാരകമായ കൃത്യതയും ഒത്തിണങ്ങിയ ഈ ആയുധത്തിന്റെ വിന്യാസം യൂറോപ്പിന്റെ നിലവിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളെയും സമാധാന സമവാക്യങ്ങളെയും അടിമുടി
തലമുടിയുലയ്ക്കുന്ന ഒന്നാണ്. വരും നാളുകളിൽ ഈ മിസൈലിന്റെ വിന്യാസം എപ്രകാരമായിരിക്കും എന്നതിനെ ആശ്രയിച്ചായിരിക്കും വടക്കൻ അറ്റ്ലാന്റിക് സഖ്യത്തിന്റെ ഭാവി പ്രതിരോധ നടപടികളും മേഖലയിലെ സൈനിക സന്തുലിതാവസ്ഥയും നിർണ്ണയിക്കപ്പെടുക. തങ്ങളുടെ സാങ്കേതിക മേധാവിത്വം തെളിയിക്കുന്നതിലൂടെ പാശ്ചാത്യ രാജ്യങ്ങളുടെ ഇടപെടലുകൾ നിരുത്സാഹപ്പെടുത്താനും യുദ്ധഭൂമിയിലെ തങ്ങളുടെ നില ഭദ്രമാക്കാനും റഷ്യ ഒറഷ്നിക്കിനെ ഒരു തുറുപ്പുചീട്ടായി ഉപയോഗിക്കുമ്പോൾ ഇത് ലോകരാജ്യങ്ങൾക്കിടയിൽ ഒരു പുതിയ ശീതയുദ്ധത്തിന്റെയോ അല്ലെങ്കിൽ കൂടുതൽ വിനാശകരമായ ആയുധ മത്സരത്തിന്റെയോ തുടക്കമായി മാറുമോ എന്ന ആശങ്കയാണ് ഇപ്പോൾ ശക്തമായി ഉയരുന്നത്. ലളിതമായി പറഞ്ഞാൽ ഒറഷ്നിക് എന്ന ആയുധം കേവലം യുദ്ധത്തിൽ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം എന്നതിലുപരി ആഗോള രാഷ്ട്രീയ സുരക്ഷാ ഭൂപടത്തിൽ റഷ്യയുടെ സ്ഥാനം വീണ്ടും ഉറപ്പിക്കാനുള്ള നിർണായകമായ ഒരു തന്ത്രപ്രധാന നീക്കമായി തന്നെ തുടരുമെന്നതിൽ സംശയമില്ല.